ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കായിട്ട് കന്നഡ നോയിങ്ങിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 40 ചോദ്യങ്ങൾ കന്നഡയിലാണ്. 41 മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം. എംഫിസിമ എന്ന ശ്വാസകോശ രോഗത്തിന്റെ പ്രധാന കാരണമെന്ത്? ഉത്തരങ്ങൾ പറയുന്നത് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ്. 41ാമത്തെ ചോദ്യം, എംഫിസിമ എന്ന ശ്വാസകോശ രോഗത്തിന്റെ പ്രധാന കാരണം പുകവലി. മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിന്റെ ആവരണമാണ്? തലച്ചോറ്. മലമ്പനി പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ്. ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ B12 ആണ്. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവ പ്രദേശത്താണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗാമ രശ്മികൾക്കാണ്. ഗാമ രശ്മികൾ. നിശ്ചിത അകലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലത്തിൽ എന്ത് മാറ്റമുണ്ടാകുന്നു? ഓപ്ഷൻ സി, 2 മടങ്ങ് ആകുന്നു. ഓപ്ഷൻ സി. താഴെ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹം ഏത്? നൽകാത്ത ലോഹം ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോപ്പർ ആണ്. കോപ്പർ. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആകുന്നു. ഈ മൂലകത്തിന്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം എന്താണ്? 2ാം പീരീഡ് 18ാം ഗ്രൂപ്പ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിന് ഉൾക്കൊള്ളുവാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം M ഷെല്ലിന്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 18 ആണ്. 18. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകൾ വായിക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 1863 കല്ലുമാല സമരം നടത്തി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 3, 4 എന്നിവ. 1, 3, 4. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? തന്നിരിക്കുന്നു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. തെറ്റായ ബന്ധം ഓപ്ഷൻ ബി ആണ്. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. അദ്വൈത ചിന്താ പദ്ധതി, ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, ദൈവ ദശകം. ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, അദ്വൈത ചിന്താ പദ്ധതി. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകി. എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3, 4. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ഡോക്ടർ പൽപ്പു. ഓപ്ഷൻ ഡി, ഡോക്ടർ പൽപ്പു. തൂവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ.
താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. വാകത്താനം ലഹള, മംഗളം ലഹള, പെരിനാട് ലഹള, മുണ്ടക്കയം ലഹള. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. 1, 2, 4. അടുത്ത ചോദ്യം. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചു. അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ. 1, 2, 3. താഴെ പറയുന്നവയിൽ യാചനായാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കുമാര ഗുരു, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, പണ്ഡിറ്റ് കറുപ്പൻ, ജ്ഞാനോദയം സഭ, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, തൈക്കാട് അയ്യാസ്വാമി ശൈവ പ്രകാശ സഭ. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അനുരഞ്ജനം. ഓപ്ഷൻ ബി അനുരഞ്ജനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. നിത്യാഭ്യാസി ആനയെ എടുക്കും. തെറ്റായ പദം കണ്ടെത്തുക. തെറ്റായ പദം ഓപ്ഷൻ എ ആണ്. ചേർത്തെഴുതുക. വാക് പ്ലസ് ധോരണി. ഓപ്ഷൻ ബി വാഗ്ധോരണി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. പുത്രൻ, തനയൻ, ആത്മജൻ, സ്നുഷ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്നുഷ. ലോകത്തെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ലൗകികം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. വിയോഗം. വിപരീതം ഓപ്ഷൻ സി സംയോഗം. പിരിച്ചെഴുതുക. വെഞ്ചാമരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വെൺ പ്ലസ് ചാമരം. വെൺ പ്ലസ് ചാമരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി സൂനം. ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. വലിയ വ്യത്യാസം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അജ ഗജാന്തരം. മഹാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മഹതി. എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഐ ആം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. വിഗ്രഹിച്ചെഴുതുക. സ്നേഹ സമ്മാനം. സ്നേഹത്താലുള്ള സമ്മാനം. വാക്യം ചേർത്തെഴുതുക. ശക്തിക്കനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ എ യഥാശക്തി. കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആകാശം. ഓപ്ഷൻ ഡി വ്യോമം. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് സ്ഥായി ഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക. സ്ഥിരമായ ഭാവം. കുയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി വാജി. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് വിൽ ഇൻ ദിസ് സെൻറ്റൻസ്. Where there is a will, there is a way. ഓപ്ഷൻ ബി noun ആണ്. noun. The students of this class dash hard.
work hard. Let's start our program now itself, shall we? She has been dashed to win her manager's favor since she joined the company. Option B, trying. If it dash, we may have to call off the match. ഓപ്ഷൻ ഡി ആണ് ഉത്തരം തന്നിരിക്കുന്നത്. നൺ ഓഫ് ദീസ്. ഡാഷ് മാൻസ് ദ നോബൽസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ആൻഡ് ഓണസ്റ്റ്. Our new office is capable dash handling 100 customers per hour of. He scored good marks in the examination. Dash he did not study well. Although I am not going to school today because my mother is not well. Choose the suitable question to get this sentence as the answer. Why are you not going to school today? Had he been educated properly, his wife would have been better. Option D ആണ് ഉത്തരം. The entire sentence is right. Choose the plural form of the word index from the following. Option C, indices. Which of the following is the feminine gender of the word drawn? B. Pick out the correctly spelled word from the following. Option B, tuition. Tuition. What is the collective name used for a group of soldiers? A group of soldiers. Uttaram. Option D, regiment. Choose a synonym for the word blasphemous from the words given. Option C, profane. Pick out the phrasal verb with the meaning distribute. Give away. Option C, give away. Choose the correct meaning of the idiom to let the cat out of the bag. To reveal a secret. Fill in the blank with appropriate word. His mother did not attend any school. She is illiterate. Which of the following is the antonym of the word confess? Confess. Option B, deny. അവസാനത്തെ ചോദ്യം. Pick out the one word which means able to perform one's duties well. Option A, efficient. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. PSCയുടെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.